മഴത്തോട് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ചിന്നമോളെ കണ്ട് ചിന്നമോൾക്ക് മിഠായിയും എല്ലാം കൊടുത്ത് അവർ ഭയങ്കര സന്തോഷത്തോടെ ചിന്നമോടത്ത് കുറേ നേരം ഇരുന്ന് സംസാരിച്ച്. ചിന്നമോളുടെ സംസാരം മനുവിനും ഗ്രേസിയമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവരെല്ലാം പോകാൻ നേരത്ത് ചിന്നമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. സങ്കടത്തോടെ ചിന്നമോൾ നിൽക്കാൻ. അങ്ങനെ അവരെല്ലാവരും കൂടെ നേരെ ിലേക്കാണ് പോകുന്നത്, രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണാൻ. പോകുന്നതിന് ഗ്രേസിയമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും എല്ലാവരുടെയും കൂടെ ആയതുകൊണ്ട് ഗ്രേസിയമ്മയും പോവാണ്. അവിടെ ചെന്ന് മനു വണ്ടി നിർത്തുമ്പോൾ മനു ചോദിക്കാണ്, രേവതിക്കുട്ടി നീ വിചാരിച്ച പോലൊന്നും അല്ലല്ലോ, ഫാമിലിയാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, ഏട്ടൻ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത്? പക്ഷേ ഇവിടെ ഉള്ളവരാരും എൻ്റെ ബന്ധുക്കളാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് രേവതിക്കുട്ടി പറയാണ്. അപ്പോൾ ഗ്രേസിയമ്മ പറയാണ്, രമേശൻ നായർ ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്, ഇവിടെ തന്നെ കാണും. അപ്പം രേവതിക്കുട്ടി പറയാണ്, വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ കാണും, വേറെ എങ്ങോട്ട് പോകാനാ? അങ്ങനെ എല്ലാവരും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുവാണ്. സൗണ്ട് കേട്ടോണ്ട് ശൈലജ വന്ന് നോക്കുകയാണ്. ശൈലജ നോക്കുമ്പോൾ ഇവരെല്ലാവരെയും കാണുന്നുണ്ട്. അധികമായിട്ട് അലീനയും മനുവിനെയും കൂടെ കാണുന്നുണ്ട്. രേവതിക്കുട്ടി വന്നിട്ട് അലീൻ്റെ അടുത്ത് പറയാണ്, ഇതാണ് അച്ഛൻ്റെ രണ്ടാം ഭാര്യ, ഇവരാ ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇവിടെ കള്ളും കുടിച്ച് കുറേ പേരുമായിട്ട് ഇരുന്നത്. അലീന പറയണം, ഒന്ന് മിണ്ടാതിരി, അവർ കേൾക്കും. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പം ശൈലജ ചോദിക്കുകയാണ്, എന്താ, അല്ല രമേശൻ നായരില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം ശൈലജ പറയാണ്, അച്ഛനുണ്ട്, നിങ്ങളാരാ? നിങ്ങൾ ഇന്നാൾ വന്നപ്പോഴും അച്ഛനെ അറിയാമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ആരാ? കേൾക്കുമ്പോഴത്തേക്ക് മനുവിനും അലീനയ്ക്കും അതേപോലെ തന്നെ രേവതിക്കുട്ടിക്കൊക്കെ ആകെപ്പാട് ടെൻഷനാവുന്നുണ്ട്. ഗ്രേസിയമ്മയ്ക്ക് ഒന്നും മിണ്ടാൻ വയ്യാതിരിക്കുകയാണ്. അല്ല, ഞാൻ 17 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളാരെയും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വട്ടം പോലും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനൊരു ബന്ധുക്കളുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു പരിചയക്കാരുണ്ടെന്നോ ഇവിടെ ആരും പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടോ എനിക്കൊരു ഓർമ്മ പോലുമില്ല. നിങ്ങൾ ആരാ എന്ന് ശൈലജ വീണ്ടും ചോദിക്കുകയാണ്. കൂടെ അപ്പോഴത്തേക്ക് കൂട്ടുകാരനും വന്ന് നിൽപ്പുണ്ട് ശൈലജയുടെ. ഗ്രേസിയമ്മ പറയാണ്, അത് ഞങ്ങളും രമേശൻ നായരും തമ്മിൽ പരിചയമുണ്ട്. പിന്നെ ഇപ്പോൾ മോന് സുഖമില്ലാതെ കിടക്കുകയല്ലേ. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് രമേശൻ നായർ ഇറങ്ങി വരികയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ ഇവരാരാണെന്ന് ചോദിക്കുക. ഇത് രമേശൻ നായർ ദേഷ്യത്തോടെ പറയുകയാണ്, ഇവരെ ഞാൻ വിളിച്ചിട്ട് ഇവർ വന്നത്. ഇവിടെ വരുന്നവർ ആരൊക്കെയാണെന്ന് എന്തിനാ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം ശൈലജയ്ക്കില്ല എന്ന് രമേശൻ നായർ ഭയങ്കര ദേഷ്യത്തോടെ പറയാണ്. എന്നെ കാണാനും എൻ്റെ മകനെ കാണാനും വന്നത്, അതൊന്നും നിങ്ങൾ തിരക്കേണ്ട ആവശ്യമില്ല. അകത്തേക്ക് ശൈലജ അങ്ങ് വല്ലാതാവുന്നുണ്ട്. നിങ്ങളകത്തേക്ക് കയറുവാന്നും പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് രമേശൻ നായർ. അപ്പോഴത്തേക്ക് ശൈലജയ്ക്ക് എന്തോ ഒരു സംശയമൊക്കെ വരുന്നുണ്ട്. അപ്പം കൂട്ടുകാരനും കൂടെ ഉണ്ട്. കൂട്ടുകാരെ ശൈലജടുത്ത് പറയാണ്, ഈ പോക്ക് അത്ര ശരിയല്ലല്ലോ, ഇവരാരാന്ന് കണ്ടുപിടിക്കണം. ഇതുവരെ നീ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, ഇപ്പം എവിടെ നിന്ന് വന്ന് ഈ ബന്ധുക്കളൊക്കെ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ എവിടെ നിന്ന് വന്ന്? ശൈലജ പറയാണ്, എൻ്റെ ഓർമ്മയിൽ പോലും ഇവരാരെയും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇപ്പം എവിടെ നിന്ന് വന്നെന്ന് ശൈലജയും പറയാണ്. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോ, ആരൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതാണെന്ന് ശൈലജ എടുത്ത് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ശൈലജ സംശയത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. രമേശൻ അവരെ എല്ലാം വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഗ്രേസിയമ്മടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അലീന, രേവതിക്കുട്ടിയുടെ കൂടെ ഓർഫനേജിൽ നിന്ന കുട്ടിയാണ്. അത് അലീന നിൽക്കുന്നത് അവിടുത്തെ അങ്കിളുടെ മോനാണെന്നും ഗ്രേസിയമ്മ പറഞ്ഞു കൊടുക്കുകയാണ് രമേശൻ നായർക്ക്. എന്തായാലും എല്ലാവരും കൂടെ എൻ്റെ മോനെ കാണാൻ വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് രേവതിക്കുട്ടി വന്നല്ലോ, ഒരിക്കലും ഇനി ഇങ്ങോട്ട് വരത്തില്ല എന്ന് വിചാരിച്ചിരുന്നേ, ഇനിയും മോൾക്ക് വരാൻ തോന്നിയല്ലോ, വളരെ സന്തോഷം എന്ന് രമേശൻ നായർ പറയണം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ രേവതിക്കുട്ടിയുടെ അച്ഛൻ കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പം രേവതിക്കുട്ടിയും ബാക്കി എല്ലാവരെയും കാണുമ്പം അയാൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മോള് വന്നോ, മോളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വിളിക്കാനായിട്ട് തോന്നിയില്ല, കാരണം അതിനുള്ള അർഹത എനിക്കില്ലല്ലോ, അതുകൊണ്ട് കാണാനുള്ള ആഗ്രഹം മനസ്സിൽ തന്നെ വെച്ചെന്ന് അയാൾ പറയുകയാണ്. രമേശൻ നായർ പറയാണ്, ഇത് രേവതിക്കുട്ടിയുടെ കൂടെ ഓർഫനേജിൽ നിന്ന കുട്ടിയാണ്. ആ കുട്ടി നിൽക്കുന്ന വീട്ടിലെ ആളുടെ മകനാണ് ഇത്. പിന്നെ ഇതറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഗ്രേസിയമ്മ. അപ്പം അയാൾ പറയാണ്, എനിക്കറിയാം, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കഴിക്കാനുള്ള കഞ്ഞി എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് രമേശൻ നായർ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് മനു ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇപ്പം ഇച്ചിരി ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് പോകുന്നത് വരെ പോകട്ടെ എന്നാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞെന്നുള്ള കാര്യം അയാൾ മനുവിനോട് പറയാണ്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് രമേശൻ നായർ കഞ്ഞി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ കഞ്ഞി കൊണ്ടുവരുമ്പോഴത്തേക്ക് രമേശൻ നായർ പറയാണ്, അത് അവന് കോരി കൊടുക്കണം, അല്ലാതെ അവന് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, ഇനി അതാ
ഞാൻ കോരി കൊടുക്കാം എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ രമേശൻ നായരിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതിക്കുട്ടി ആ കഞ്ഞി വാങ്ങിച്ചിട്ട് അയാൾക്ക് കോരി കൊടുക്കുകയാണ്. അങ്ങനെ അയാൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രേവതിക്കുട്ടി അവിടെ വരുമെന്നും എനിക്ക് ആഹാരം കോരിത്തരുമെന്നൊന്നും അയാളും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. സമയത്ത് ശൈലജ താഴെ ഇങ്ങനെ ആലോചിച്ച് തന്നെ നിൽക്കുകയാണ്. ഇവർ കുറേ നേരമായല്ലോ പോയിട്ട്, ഒരു കാര്യവും അവിടുത്തെ അറിയാനും പറ്റുന്നില്ല. പിന്നെ ഇവർ വന്നതിൽ എന്തൊക്കെയോ ഒരു സംശയം ശൈലജയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആരോടും ചോദിക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ടെൻഷനിൽ ശൈലജ ഇരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവരും ഇത് സംസാരിച്ച് പോവാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോഴത്തേക്ക് അവരെല്ലാം ഇങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് രേവതിക്കുട്ടിയാണെങ്കിൽ എന്നോട് പോവുകയാണെന്ന് പറയാണ്. അപ്പം അവരച്ഛൻ കൈ പിടിച്ചിട്ട് പറയാണ്, മോളുടെ അമ്മയോട് ചെയ്ത വലിയ തെറ്റാണ്. ആ തെറ്റിൻ്റെ ഫലമാണ് ഞാനിപ്പം അനുഭവിക്കുന്നത്. അതെനിക്ക് നന്നായിട്ടറിയാം. നിന്നെയും നിൻ്റെ അമ്മയും ദ്രോഹിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നും പറഞ്ഞ് അയാൾ കരയുകയാണ്. എന്നോട് ക്ഷമിക്കണം, അത് മാത്രമേ എനിക്കിപ്പം പറയാനുള്ളൂ എന്നും പറഞ്ഞ് രേവതിക്കുട്ടിയുടെ കൈ പിടിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്കുട്ടിക്ക് വിഷമമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, വിഷമിക്കണ്ട, ഇനി അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട. ഇനി ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷമിക്കാതെ സന്തോഷത്തോടെ ഇരിക്കുക എന്നും പറഞ്ഞ് രേവതിക്കുട്ടി കയ്യിലിങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് അയാൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രമേശൻ നായർ ഇത് പുറത്ത് നിന്ന് കാണുന്നുണ്ട്. രമേശൻ നായരിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയും മനുവും അലീനയും ദേശീയമ്മയും എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയാണ് തിരിച്ച് പോരാൻ ഇറങ്ങുവാണ്.